ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കുന്നത് കാണാം. ഈ രീതിയിൽ അവിയൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകവും 2-3 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. തരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഉരുളി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ക്യാരറ്റ്, കിഴങ്ങ്, ബീൻസ് ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സ്വല്പം വെള്ളവും കൂടി ചേർത്ത് ഇത് മൂടി വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. പച്ചക്കറികളൊക്കെ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ അങ്ങ് വെന്ത് പോകണ്ട, ഈ പരുവത്തിൽ വെന്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴയാതെ നമുക്ക് അവിയൽ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കറികൾ വെന്ത് പോകാതെ കുറച്ച് വേവിലടിക്കുകയാണെങ്കിൽ ഈ അവിയലിന് പ്രത്യേക ഒരു സ്വാദാണ്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയുള്ള തൈരായതുകൊണ്ട് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. തൈര് ഒഴിച്ചതിന് ശേഷം കൂടുതൽ അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ പുറത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വേപ്പില കീറിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.